ഹായ് ഗായ്സ്, ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ നല്ല പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാവേ. വലിയൊരു സവാള, 2 തക്കാളി, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതൊന്ന് ചതച്ചെടുക്കണേ. പിന്നെ കുറച്ച് കറിവേപ്പില. ഞാനിന്നിവിടെ കുറച്ച് കാടൻ മുട്ടയും പിന്നെ നമ്മുടെ നാടൻ കോഴിമുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു പിടുത്തം തേങ്ങ എടുത്തിട്ട് ഒന്നും ചേർക്കാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ അങ്ങനെ ഇരിക്കുന്നത്. ചട്ടി ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ. തക്കാളി എല്ലാം ഒന്ന് വാടി ഉടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാലയും കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പൊടികളെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ അരപ്പെല്ലാം തിളച്ച ശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാവേ. നമുക്ക് വേണ്ട പാകത്തിന് ഗ്രേവി കുറുക്കി എടുത്തു കഴിഞ്ഞാൽ മുട്ടക്കറി റെഡി ആയിട്ടോ. ഞാനിന്ന് ഇവിടെ നല്ല ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുട്ടുണ്ടാക്കാൻ പിന്നെ ആരോടും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം നമുക്ക് നമ്മുടെ മുട്ടക്കറിയും കൂട്ടി പുട്ട് കഴിക്കാവേ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.